ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ ബേസിക്കായി നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാം എന്നതാണ്. ഞാനിവിടെ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ടൈം ലൈനിലേക്ക് 2 ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ആ പേജിൽ നിന്നും ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തപ്പോഴത്തേക്കും ആ വീഡിയോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു വിൻഡോയിലേക്ക് വന്നിട്ടുണ്ട്. അവിടുന്ന് ആ വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിലെ ഏത് പാർട്ടാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനൊരു ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും സെറ്റ് ചെയ്യണം. ഇൻ പോയിൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കീബോർഡിലെ ഐ പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട് പോയിൻറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കീബോർഡിലെ ഒ പ്രസ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ വീഡിയോയുടെ മിഡിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഞാൻ ആ വീഡിയോ നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് വീഡിയോ ജസ്റ്റ് നമ്മുടെ ടൈം ലൈനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ ഈ പ്ലേ ഹെഡ് നമ്മുടെ ഈ 2 വീഡിയോയുടെ മിഡിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ആഡ് ചെയ്യേണ്ട വീഡിയോ ആ ഒരു വിൻഡോയിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ആ ഒരു വിൻഡോയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഓപ്ഷനിലേക്ക് ഞാൻ വീഡിയോ ഡ്രാഗ് ചെയ്തിടുന്നു. ഇൻസെർട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് ഞാൻ വീഡിയോ ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്. ഇടുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ നമ്മുടെ ടൈം ലൈനിൽ 2 വീഡിയോയുടെ മിഡിലായിട്ട് ആഡ് ആവുന്നതായിരിക്കും. അടുത്തതായിട്ട് ഞാൻ കൺട്രോൾ ഇസെറ്റ് അടിക്കുന്നു. ആ വീഡിയോ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ പ്ലേസ് ഓൺ ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ആ വീഡിയോ 2 എന്ന് പറയുന്ന ടോപ്പിലുള്ള ആ ഒരു ട്രാക്കിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ പ്ലേ ഹെഡ് ഞാൻ ഈ വീഡിയോയുടെ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. പ്ലേസ് ചെയ്തതിനു ശേഷം ഞാൻ നമ്മുടെ റേസർ ടൂൾ എടുക്കുന്നു. ടൂൾ എടുത്തതിന് ശേഷം ഞാൻ ഈ പ്ലേ ഹെഡ് വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ അവിടെ വെച്ച് സ്പ്ലിറ്റ് ആവുന്നതായിരിക്കും. അടുത്തതായിട്ട് സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ടൂൾ എടുത്തതിന് ശേഷം നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ഏരിയയിലിട്ട് നമ്മുടെ പ്ലേ ഹെഡ് കൊണ്ടുവച്ചതിന് ശേഷം കൺട്രോൾ ബി പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ അവിടെ വെച്ച് സ്പ്ലിറ്റ് ആവുന്നതാണ്. കട്ട് ചെയ്ത ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യുന്നു. ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ അവിടെ വെച്ച് ഡിലീറ്റ് ആവുന്നു. അതിനുശേഷം നമുക്കവിടെ ഒരു സ്പേസ് വരും. അങ്ങനെയല്ല, നമുക്ക് വീഡിയോ പോകുന്നതിനോടൊപ്പം ആ സ്പേസും നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്യുന്നു. ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ അവിടെ നിന്ന് ഡിലീറ്റ് ആവും. അതോടൊപ്പം തന്നെ നമ്മുടെ ആ സ്പേസും അവിടെ നിന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അടുത്തതായിട്ട് ഞാൻ വീഡിയോ 2 ട്രാക്കിലേക്കും അതുപോലെ തന്നെ വീഡിയോ 3 ട്രാക്കിലേക്കും ഓരോ വീഡിയോസ് പ്ലേസ് ചെയ്യുന്നുണ്ട്. പ്ലേസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടില്ലെന്ന് നോക്കിയിട്ട് അതിന് ശേഷം അവിടെ പ്ലേ ഹെഡ് കൊണ്ടുവച്ചിട്ട് ഞാൻ കൺട്രോൾ ബി പ്രസ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ലെയറെല്ലാം സ്പ്ലിറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ അടുത്തൊരു സ്പേസിൽ കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും കൺട്രോൾ ബി അടിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസ് എല്ലാം സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഒരു വീഡിയോ മാത്രം എനിക്ക് കട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ബി പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വീഡിയോ മാത്രമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ആവുന്നതായിരിക്കും. അടുത്തായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പ്ലേ ഹെഡ് ഒരു മിഡിലിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഈ വീഡിയോയുടെ റൈറ്റ് പാർട്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. ഡിലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയുടെ റൈറ്റ് സൈഡ് കട്ട് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ്.